വിശുദ്ധ ടുട്ടിലോ. സകലകല വല്ലഭനായ വിശ്വനാഥനായിരുന്നു ടുട്ടിലോ. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച അദ്ദേഹം കലകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. സംഗീതജ്ഞൻ, ഗാനരചയിതാവ്, ചിത്രകാരൻ, ശില്പി, നിർമ്മാതാവ്, സ്വർണ്ണപ്പണിക്കാരൻ, ആശ്രമാധിപൻ. ടുട്ടിലോ കൈവയ്ക്കാത്ത മേഖലകൾ വളരെ കുറവായിരുന്നു. 9-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. സ്വിറ്റ്സർലാൻഡിലെ ബെനഡിക്റ്റൻ ആശ്രമവക സ്കൂളിലായിരുന്നു പഠനം. നന്നേ ചെറുപ്പത്തിൽ അന്തിധാരണ കഴിവുകൾ അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസാന്തരം വിശുദ്ധന്റെ ഗാലിന്റെ ആശ്രമത്തിൽ ടൂട്ടോ അംഗമായി. വളരെ സുന്ദരനായിരുന്നു ടുട്ടിലോ. നിരവധി കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിലും സംഗീതത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ. സന്യാസികളുടെ ആരാധനാക്രമങ്ങളിൽ സംഗീതോപകരണങ്ങൾ വായിച്ചതും സംഗീതം ചിട്ടപ്പെടുത്തിയതും ടുട്ടിലോ ആയിരുന്നു. ചിത്രകാരനായ അദ്ദേഹത്തിന്റെ നിരവധി പ്രദർശനങ്ങൾ നടന്നിട്ടുണ്ട്. കാവ്യരചനകളിൽ 3 വിലാപകാവ്യങ്ങളും 1 സ്തുതികീർത്തനവും മാത്രമേ കണ്ടുകിട്ടിയിട്ടുള്ളൂ. എന്നാൽ ചിത്രങ്ങൾ യൂറോപ്പിലെ ചില നഗരങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതെന്ന് തിരിച്ചറിയപ്പെടുന്ന വിധത്തിലുള്ള ആദർശവചനങ്ങൾ രേഖപ്പെടുത്തിയതായിരുന്നു കണ്ടെടുക്കപ്പെട്ട ചിത്രങ്ങളും രൂപങ്ങളുമെല്ലാം. പ്രഗത്ഭനായ അധ്യാപകൻ, പൂർണ്ണാർത്ഥത്തിലുള്ള സന്യാസി, അസാമാന്യ പണ്ഡിതൻ, മികച്ച കലാകാരൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തിയുടെയും ആരാധനയുടെയും അത്യുച്ച കോടിയിലെത്തി നിൽക്കുമ്പോഴായിരുന്നു ടുട്ടിലോയുടെ മരണം. 915-ലായിരുന്നു അത്. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും സിദ്ധികളുടെ പേരിലല്ലാതെ ടുട്ടോ വിശുദ്ധ പദവി പ്രഖ്യാപിച്ചത്. വളരെ വിനീതനും ലളിത ജീവിതത്തിൻ്റെ ഉടയുമായിരുന്നു അദ്ദേഹം. ദൈവത്തെ കൂടാതെ അദ്ദേഹത്തിന് ജീവിക്കാനാവില്ലായിരുന്നു. തനിക്കറിയാവുന്ന മാധ്യമങ്ങളിലൂടെ എങ്ങനെയെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താമോ അതായിരുന്നു ടുട്ടിലോ ചെയ്തുകൊണ്ടിരുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞ ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനുമുള്ള മാർഗങ്ങളായിരുന്നു ചിത്രരചനയും സംഗീതവും പ്രഭാഷണവും അധ്യാപനവുമല്ല. അദ്ദേഹത്തിന് ദൈവത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും വേണ്ടി ജീവിച്ചു എന്ന മഹത്വമാണ് ടുട്ടിലോയെ വിശുദ്ധനാക്കിയത്. ദൈവത്തിൻ്റെ മറ്റൊരു പേരാണ് സൗന്ദര്യമെന്ന് ടുട്ടിലോ വിശ്വസിച്ചിരുന്നു. ദൈവത്തെ വളരെയധികം സ്നേഹിച്ചുകൊണ്ട് മനോഹരമായ വിവിധ മാർഗങ്ങളിലൂടെ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു ടുട്ടിലോ ചെയ്തത്. സെന്റ് കാതറിൻ ചാപ്പലാണ് ടുട്ടിലോയുടെ ഭൗതിക ശരീരം അടക്കിയത്. പിന്നീട് ആ പള്ളി വിശുദ്ധ ടുട്ടിലോയുടെ പേരിൽ അറിയപ്പെട്ടു.